ഇന്ന് കുറച്ച് കായൽ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് വറുക്കാൻ കുറച്ച് വെക്കാം. അപ്പോൾ ഞാൻ വറുക്കാനുള്ളത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചായിരുന്നു ഒരു അരമണിക്കൂർ മുന്നേ. അപ്പോൾ അത് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇനി നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ അപ്പൂനിപ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും രാവിലെ ഇത്തിരി കഴിച്ചെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ്. മീൻ വലിയ ഇഷ്ടമാണ് വറുത്തത്. സ്കൂളിലേക്ക് ഇതൊന്നും കൊടുത്തു വിടാൻ പറ്റില്ല. അപ്പോൾ അവന് ഞാൻ വേറെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മീൻ നമുക്ക് വെക്കാനെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് സബോള ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായി ആയി വരട്ടെ. ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം. അപ്പോൾ ഓരോന്നായിട്ടിടുമ്പോൾ ഞാൻ പറയുകയും ചെയ്യാം. അപ്പൂന് ഞാൻ ഇത്തിരി പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ഉരുളൻകിഴങ്ങ്, പിന്നെ ക്യാരറ്റും കൂടി ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പരിപ്പ് ചാറ് കറിയായിട്ടുണ്ട്. അത് അവന് ഇഷ്ടമാണ് രണ്ടും. മുളകൊന്നും ഇല്ലാണ്ട് വളരെ സൂക്ഷിച്ചുണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ അത് കഴിച്ചോളും ഉച്ചയ്ക്ക്. പിന്നെ പലഹാരങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. മീൻ കറിയും മീൻ വറുത്തതും ഒക്കെയാണ് മെയിനായിട്ട് ഇഷ്ടം. അപ്പോൾ മീൻ കറി മിക്ക ദിവസം ഇവിടെ ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവനതാണല്ലോ ഇഷ്ടം. അപ്പോൾ ഇനിയിപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആദ്യം. അപ്പോൾ അതിൻ്റെ പച്ചമണം പോണ വരെ നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. അതായി വരുന്നതോടുകൂടി നമുക്ക് തക്കാളി ഇടാം. തക്കാളി നന്നായി അതിൽ ഉടഞ്ഞ് പറ്റുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് മൂടിയിട്ട് കഴിച്ചാലും മതി ഒരു സെക്കൻഡ്. നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ പച്ചമണമൊക്കെ പോകണം നല്ലോണം. പിന്നെ ഇവിടെ തൃശ്ശൂർക്കാർ ഞങ്ങൾ പാലൊഴിച്ച് ആണ് തേങ്ങാപ്പാലൊഴിച്ചിട്ടാണ് ഞങ്ങൾ കായൽ മീൻ വയ്ക്കുക. എൻ്റെ വീട്ടിൽ അത്ര ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാത്തത്. അപ്പോൾ ഇതിൽ ഒരു സ്പൂണ് മല്ലി, ഒരു സ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി, അര ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതാണ് മീൻ കറിയിൽ ഞാൻ ചേർക്കുന്നത്. അത് പച്ചമണം പോണ വരെ നന്നായി ഇളക്കി കൊടുക്കാം. അതിനൊപ്പം ഞാൻ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുടപ്പുളി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കുടപ്പുളി എനിക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുടപ്പുളി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് തിളപ്പിക്കണം. എന്നിട്ട് വേണം മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ ഇതിലിപ്പോൾ തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത കാരണം ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇത് അടച്ച് വെച്ച് വേവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാറൊക്കെ ഒന്ന് കുറുതായി വരുമ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. കുറേ ഇളക്കി പൊട്ടിച്ച് കളയണ്ട. മീൻ വെള്ളത്തിൽ നന്നായി മുങ്ങി അടക്കണ പോലെ നന്നായിട്ട് അടച്ച് വെച്ച് നന്നായി വേവിക്കുക. അപ്പോൾ അവിടെ ഒരുങ്ങാനായിട്ടുള്ള നേരമായി. അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും നമ്മളിങ്ങനെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴാണ് എന്തെങ്കിലും ഒന്ന് കഴിക്കുക. അല്ലാണ്ട് ഇരുന്ന് കഴിപ്പൊക്കെ കുറവാണ്. അപ്പോൾ മീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മീൻ കറി വെച്ചതും വറുത്തതുണ്ട്. പിന്നെ കുറച്ച് ചെറുപയർ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ